ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വെള്ളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഷെയ്ക്കിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ അത് എന്ത് ഷെയ്ക്കാന്ന് പറയും, മഞ്ച് ഷെയ്ക്കായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 10ൻ്റെ 3 മഞ്ച് പൊട്ടിച്ചിട്ട്, പിന്നെ ക്രിക്കറ്റ് 20ൻ്റെ ഉണ്ടായിരുന്നു, അതൊരു 3 ഇട്ടു. കുറച്ച് 2 വാരിൽ കപ്പലണ്ടി തൊണ്ട് കളഞ്ഞ് വറുത്തുണ്ടായിരുന്നു ഇട്ടു. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. ഒരു അര കവറിൻ്റെ ലിറ്ററിൻ്റെ പാല് ചേർത്തു കേട്ടോ. കട്ടപ്പാലിന് അതൊന്ന് വെള്ളം പോലെ ആയി കുറച്ച് ഉരുകിയിട്ട്. പിന്നെ അതിലേക്ക് ബൂസ്റ്റാട്ടോ ചേർക്കണത്. അപ്പോൾ ബൂസ്റ്റ് ഒരു 3-4 ടീസ്പൂണോളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ 2 ട്രിപ്പായിട്ട് അടിക്കാൻ. അപ്പോൾ ഒരു ട്രിപ്പിൽ ഇതൊക്കെ ചേർത്ത് അത് അടിച്ചു കൊണ്ടുവരും നല്ലോണം. അപ്പോൾ ഫസ്റ്റത്തെ ഷേക്ക് ഇത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക കേട്ടോ. കേട്ടോ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം കട്ടിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു റൗണ്ട് കൂടി അടച്ചെടുക്കാണ്ടിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 3 മഞ്ച് കൂടിൻ്റെ അത് പൊട്ടിച്ച് കവർ പൊട്ടിച്ചിട്ടു. പിന്നെ കിക്കറ്റ് 3 ഉണ്ട്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് പാലും പഞ്ചസാര ബാക്കിയുള്ള കപ്പലുണ്ട് ഇതൊക്കെ അതിലേക്ക് ചേർക്കുക. ബൂസ്റ്റിൻ്റെ ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ബൂസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ക്രിക്കറ്റ് ഇട്ട് കൊടുത്തു. ഇനി പാലൊഴിക്കുക കേട്ടോ. ഒരു കവർ പാൽ അര കവറിൻ്റെ കവറിന് വാങ്ങിയുള്ളൂ, 1/2 ലിറ്ററിൻ്റെ കവറ് വാങ്ങിയുള്ളത്. അതും ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി കപ്പലണ്ടിയും ബാക്കിയിട്ടാണ് ചേർത്തു. ഒരു 1/2 ലിറ്റർ പാൽ കൂടി ഉണ്ട്. അതായത് കട്ട ചിലത് കുറേ അങ്ങനെ കട്ടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ചിലത് ഇങ്ങനെ ഉരുകിയ പോലെയായി. കുറച്ച് നേരം താഴ്ത്ത് ഇറക്കി വെച്ചപ്പോഴേ ഇത് അത് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ട. അപ്പോൾ 2 ട്രിപ്പും അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം ഒഴിച്ചതിലേക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഷെയ്ക്ക് ഇത് കണ്ട റെഡിയായി അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമുക്കിനി ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാം കേട്ടോ നമ്മുടെ ജ്യൂസിന്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഷെയ്ക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകുതിയോളം എടുക്കാം കേട്ടോ. പകുതിയോളം എടുത്തിട്ട് പിന്നെ നമ്മൾ മഞ്ചും ക്രിക്കറ്റൊക്കെ ഇങ്ങനെ ചെറിയ ക്രഷാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കപ്പലണ്ടിയൊക്കെ ചെറുതാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇടയിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കപ്പലണ്ടി ഒരു ചെറുതാക്കി ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും പിന്നെ അതുപോലെ തന്നെ ക്രിക്കറ്റും മഞ്ചിൻ്റെയൊക്കെ പീസുകൾ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കുടിക്കുമ്പോൾ അങ്ങനെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കണ്ട. അത് അതിൻ്റെ നടുഭാഗത്ത് അതായിട്ടിട്ട് പിന്നെയും നമുക്ക് വീണ്ടും ഷേക്ക് ഒഴിക്കുക കേട്ടോ. വീണ്ടും ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക കേട്ടോ. അത് നിറയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഇത് ആദ്യം നടുവിൽ ചെയ്ത പോലെ തന്നെ കപ്പലണ്ടി പൊടിച്ചതും ക്രിക്കറ്റ് പൊടിച്ചതും മഞ്ച് പൊടിച്ച് വെച്ചതൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കുക കേട്ടോ മുകൾ ഭാഗത്ത്. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റും പാലും കൂടി മിക്സ് ചെയ്തത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. കണ്ട ഒരു കാപ്പി കളർക്ക് ആണെങ്കിൽ ഒരു ഭംഗിയില്ല അതിൻ്റെ ഡെക്കറേഷൻ നല്ല ഭംഗിയുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ക്രിക്കറ്റ് കഷ്ണം പീസ് മുറിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ഗ്ലാസ്സിലും ഇതുപോലെ ചെയ്ത് വയ്ക്കുക. 4 ഗ്ലാസ്സോളം നമ്മൾ 5 ഗ്ലാസ് ഉണ്ട് കേട്ടോ. 5 ഗ്ലാസ്സോളത്തിൽ നമ്മൾ പകർത്തി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടാണ്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടെ. അപ്പോൾ പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. എല്ലാവർക്കും ബായ്.